അപ്പോ മറ്റൊരു വാർത്താ ദിനം അത് പൂർത്തിയാകുമ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അതിന്റെ വിശദാംശങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ഒപ്പം വർത്തമാനങ്ങളുണ്ട്, നിങ്ങളുടെ ഒരുപാട് കഥകൾ കേൾക്കാനുണ്ട്, നമ്മുടെ ഒരുപാട് തള്ളൽ കേൾക്കാനുണ്ട്. യെസ്, അപ്പൊ തുടങ്ങാം. നല്ല റിപ്പോർട്ടുകളൊക്കെ പ്രേക്ഷകരിലേക്ക് പ്രത്യേകമായി എത്തിക്കാനുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത. അപ്പോൾ ഈ ഒരു ഷോ വാർത്തകൾക്കൊപ്പം പ്രേക്ഷകർക്കും നമ്മോടൊപ്പം ചേരാമെന്ന് ഞങ്ങൾ എല്ലാ ദിവസവും പറയാറുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, തുടക്കം തൊട്ട് പറയുന്നത് പോലെ തന്നെ ഇത് സ്ക്രീനിൽ ഇപ്പോൾ ഒരു QR കോഡ് കാണിക്കും. ആ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് നമ്മളുടെ സൂമിലേക്ക് ഡയറക്റ്റ് പ്രവേശനമാണ്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുക, നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യും, സംസാരിക്കും, നിങ്ങളുടെ വിശേഷങ്ങൾ പറയാം, വിഷസ് ഉണ്ടെങ്കിൽ പറയാം, നിങ്ങൾക്ക് എന്താണ് ബാക്കി അഭിപ്രായങ്ങളെല്ലാം നമ്മളുമായി പങ്കുവയ്ക്കാം. അതെ, തീർച്ചയായിട്ടും പ്രേക്ഷകർ കൂടി ഈ ഷോയുടെ ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പ്രേക്ഷകർക്ക് നേരിട്ട് സ്ക്രീനിലേക്ക് എത്താനുള്ള മാർഗ്ഗമാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ഈ QR കോഡ് മൊബൈൽ ഫോണിൽ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താം. ഇനി ഇപ്പോൾ സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നേരെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും പോവുക. അവിടെ 24ന്റെ പേജിൽ ഈ QR കോഡ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ 1 മണിക്കൂർ നേരം നമ്മളെ വിളിക്കാം ആ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട്. അപ്പോൾ അത് ചെയ്യുക. നമ്മൾ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഇന്നും ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകൾ വന്ന ദിവസമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിന് പിന്നാലെ വന്ന ഒരുപാട് ആരോപണങ്ങൾ അതിൽ ആടി ഉലയുകയാണ് സിനിമ മേഖല. മാത്രമല്ല, ഇപ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമായി മാറുന്നുമുണ്ട്. മുകേഷ് MLA-ക്കെതിരായ ആരോപണം വന്നതിന് ശേഷം. അപ്പോൾ ആ വാർത്തകളിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. അതേ, മുകേഷ് MLA-ക്കെതിരായ ലൈംഗിക ആരോപണങ്ങളും രാജി ആവശ്യവും ചർച്ച ചെയ്യാതെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് പിരിഞ്ഞു. കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് സംസ്ഥാന കമ്മിറ്റി കൊല്ലം ജില്ലയിൽ നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം കൂടി കേട്ട ശേഷമായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. മുകേഷിന്റെ വിശദീകരണവും സംസ്ഥാന സമിതി കേൾക്കും. CPI ഉൾപ്പെടെ മുന്നണിയിലെ ഘടകകക്ഷികൾ മുകേഷിനെതിരെ പരസ്യ നിലപാടെടുക്കുന്നത് CPIM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട്. എന്തായാലും ആ സ്റ്റോറിയാണ് ആദ്യം. ടോപ്പ് സ്റ്റോറിയിലേക്ക്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് ഘടകകക്ഷികളും CPIM കേന്ദ്ര നേതൃത്വത്തിലെ മുതിർന്ന വനിതാ നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്നു ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം രാജിക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ സംഘടനാ വിഷയങ്ങളും സമ്മേളനവുമാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചാ വിഷയമായത്. നാളെ ചേരുന്ന സംസ്ഥാന സമിതി യോഗം വിഷയം ചർച്ച ചെയ്യട്ടെ എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട്. കൊല്ലത്ത് നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായം കേൾക്കും. മുകേഷിന് പറയാനുള്ളത് കൂടി പരിഗണിച്ചാകും സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കുക. ആരോപണത്തിൽ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷമായ വിമർശനമാണ് മുകേഷിനെതിരെ ഉണ്ടായത്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് കൊല്ലത്ത് നിന്നുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടാൽ നേതൃത്വം ഇത് ഗൗരവമായി പരിഗണിക്കും. തനിക്കെതിരെ ബ്ലാക്ക് മെയിലിംഗ് ആണ് നടക്കുന്നതെന്ന വാദമാകും മുകേഷ് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കുക. ഘടകകക്ഷികളിൽ നിന്നും പാർട്ടിയിൽ നിന്നും സമ്മർദ്ദമുയർന്ന സാഹചര്യത്തിൽ നാളത്തെ സംസ്ഥാന സമിതി യോഗം നിർണായകമാകും. 24 തിരുവനന്തപുരം. എന്തായാലും മുകേഷ് MLA സ്ഥാനം രാജിവെക്കുമോ അല്ലെങ്കിൽ അത് പാർട്ടി ആവശ്യപ്പെടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ നാളെ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സംസ്ഥാന സമിതി വിഷയം ഗൗരവമായി ചർച്ച ചെയ്യാൻ പോകുന്നു. ഒപ്പം കൊല്ലത്തെ നേതാക്കളെ കാണുന്നു, മുകേഷിനെ കേൾക്കാൻ പോകുന്നു. ഇതൊക്കെയാണ് ഇന്ന് പുറത്തു വന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നമുക്ക് ലഭിച്ച വിവരങ്ങൾ. അതേസമയം തന്നെ ഈ കേസ് ഇങ്ങനെ കൂടുതൽ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച പരിഗണിക്കാനിരിക്കെ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് മുകേഷ് MLA. ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയ തെളിവുകൾ അഭിഭാഷകൻ ജിയോ പോളിന് മുകേഷ് ഇന്ന് കൈമാറിയിട്ടുണ്ട്. ഇതിനിടെ മുകേഷിന്റെ ജാമ്യഹർജി കേൾക്കുന്ന ജഡ്ജിയെ മാറ്റണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി രജിസ്ട്രാർക്ക് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര കത്തയച്ചു. അതിനാടകീയമായിരുന്നു ബലാത്സംഗ കേസ് പ്രതി മുകേഷിന്റെ നീക്കങ്ങൾ. തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട് തന്നെ പിന്തുടർന്ന മാധ്യമങ്ങളുടെയെല്ലാം കണ്ണുവെട്ടിച്ച കൊച്ചിയിലും തുടർന്നു സസ്പെൻസ്. അഭിഭാഷകനെ ഓഫീസിലെത്തി കാണുമെന്നറിയിച്ചതോടെ അഡ്വക്കേറ്റ് ജിയോ പോളിന്റെ ഓഫീസിന് മുൻപാകെ മാധ്യമപ്പട. ഇതിനിടെ ഉച്ചകഴിഞ്ഞ് ഹൈക്കോടതിയിൽ കേസുണ്ടെന്ന് പറഞ്ഞ അഭിഭാഷകൻ ഓഫീസിൽ നിന്നിറങ്ങി. കോടതിയിൽ കയറിയ അഭിഭാഷകൻ പിൻഗേറ്റിലൂടെ വടവുകോട്ടെ സ്വന്തം വീട്ടിലേക്ക്. രഹസ്യമായി അവിടെയെത്തിയ നടൻ മുകേഷുമായി 1.5 മണിക്കൂർ നീണ്ട ചർച്ച. ജാമ്യാപേക്ഷയിൽ പറഞ്ഞ തെളിവുകൾ അഭിഭാഷകന് കൈമാറി മാധ്യമങ്ങൾ എത്തും മുമ്പേ മുകേഷ് മുങ്ങി. കോടതിയിൽ ഉന്നയിച്ച ബ്ലാക്ക്മെയിലിംഗ് പരാതിയിൽ ഉറച്ചു നിൽക്കാനാണ് തീരുമാനം. ഇതിനിടെ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കേൾക്കുന്ന ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി രജിസ്ട്രാർക്ക് അനിൽ അക്കരെ കത്തയച്ചു.
മുകേഷിന്റെ ഹർജി കേട്ട എറണാകുളം ജില്ലാ ജഡ്ജിക്ക് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് ആരോപണം. മുൻപ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM-നായി മത്സരിച്ചിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. എന്നാലും ഈ വിഷയം, മുകേഷ് വിഷയം വളരെ പെട്ടെന്നാണ് ഒരു രാഷ്ട്രീയ വിഷയമായി മാറിയത്. LDF-നകത്ത് തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഉടലെടുക്കാനൊക്കെ കാരണമായ ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. അതിലും CPI-യിൽ തന്നെ രണ്ട് വിഭിന്ന അഭിപ്രായങ്ങൾ വന്നു. അതിൽ ദേശീയ നേതാക്കളുടെ അഭിപ്രായം ഒന്ന്, സംസ്ഥാന സമിതി അതിനെ തിരുത്തുന്നു, പിന്നീട് അത് വീണ്ടും അംഗീകരിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നണികളിൽ ഉണ്ടാവുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഈ CPI-യുടെ വിഷയം പറഞ്ഞാൽ ചേരുതിരിവുണ്ടാക്കിയത് ആനി രാജയാണെന്ന കുറ്റപ്പെടുത്തലുമായി ഇപ്പോൾ ബിനോയ് വിശ്വം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. സംസ്ഥാന വിഷയങ്ങളിൽ ആനി രാജ അഭിപ്രായം പറയേണ്ട എന്ന് ബിനോയ് വിശ്വം തുറന്നടിച്ചിരിക്കുകയാണ്. പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെ ആനി രാജയെ മറയാക്കി പുതിയ ചേരിതിരിവ് രൂപപ്പെടുന്നത് മുന്നിൽ കണ്ടാണ് ബിനോയ് വിശ്വം ഇങ്ങനെ സ്വരം കടുപ്പിച്ചത്. ജാമ്യമില്ലാ കുറ്റം ചാർജ് ചെയ്തിട്ടുള്ള കേസെടുത്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇരിക്കുന്ന ഒരു പദവിയുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിൽ നിന്നും അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ട്. മുകേഷിന്റെ രാജിക്കാര്യത്തിൽ സംസ്ഥാന CPI-യിൽ ഭിന്നതയുണ്ടെന്ന് തോന്നിപ്പിച്ചത് ആനി രാജയുടെ ഇടപെടലാണെന്ന കുറ്റപ്പെടുത്തലാണ് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ. ആനി രാജയുടെ പരിധിവിട്ട പ്രതികരണമുണ്ടാക്കിയ സമ്മർദ്ദമാണ് അടിയന്തര എക്സിക്യൂട്ടീവ് വരെ വിളിക്കേണ്ട സാഹചര്യത്തിലേക്ക് നയിച്ചത്. എക്സിക്യൂട്ടീവ് ചേർന്നപ്പോഴാകട്ടെ പാർട്ടി സെക്രട്ടറിയുടെ സമീപനത്തേക്കാൾ മേൽക്കൈ കിട്ടിയത് ആനി രാജയുടെ വാദഗതിക്ക്. മന്ത്രി ചിഞ്ചുറാണി അടക്കമുള്ള വനിതാ നേതാക്കളെല്ലാം ആനി രാജയുടെ അതേ നിലപാടാണ് എക്സിക്യൂട്ടീവിൽ സ്വീകരിച്ചത്. ഇത് സ്ഥിരീകരിക്കുന്നതായിരുന്നു ചിഞ്ചുറാണിയുടെ 24-നോടുള്ള ഇന്നത്തെ പ്രതികരണം. ആർ ബിന്ദുവും വീണ ജോർജുമൊക്കെ കരുതലോടെ പ്രതികരിച്ച വിഷയത്തിൽ മന്ത്രിസഭയിലെ CPI-യുടെ ഒരേ ഒരു വനിതാ മന്ത്രി വ്യത്യസ്ത നിലപാടെടുത്തു എന്നതും ബിനോയ് വിശ്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ആനി രാജ NFIW നേതാവാണ്. അതൊരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാണ്. കേരളത്തിലെ CPI രാഷ്ട്രീയം നിലപാട് പറയേണ്ടത് കേരളത്തിലെ CPI സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, അതല്ലാതെ വേറെ ആരും. പാർട്ടിയിൽ ഒതുക്കപ്പെട്ട പ്രകാശ് ബാബുവും നേരത്തെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. പാർട്ടി നിലപാട് സെക്രട്ടറിയേക്കാൾ കരുത്തോടെ പറയുന്ന ഈ പ്രവണത മുകേഷ് വിഷയത്തിൽ മാത്രം ഒതുങ്ങില്ലെന്ന് ഔദ്യോഗിക പക്ഷം സംശയിക്കുന്നതും അതുകൊണ്ടാണ്. കേരളത്തിലെ പാർട്ടിയുടെ ശാക്തിക ചേരിയിൽ ആനി രാജ എന്ന കരുവിനെ ഉപയോഗിച്ച് കളിക്കാൻ ആരും മുതിരേണ്ടെന്ന് കർക്കശമായി ബിനോയ് വിശ്വം ഇന്ന് തുറന്നടിച്ചത് വരാനിരിക്കുന്ന പാർട്ടി സമ്മേളനം കൂടി മുന്നിൽ കണ്ടാണ്. ന്യൂസ് ഡെസ്ക് 24. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയാണ് പാർട്ടിയിലെ വനിതാ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഇന്ന് രംഗത്ത് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ച പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. CPI-യിൽ മാത്രമല്ല CPI-നകത്തും ഈ രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ മുകേഷിന് പ്രതിരോധമൊരുക്കി EP ജയരാജന്റെ വാദം വൃന്ദ കാരാട്ട് തള്ളുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. കുറ്റക്കാരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നാണ് ഇന്ന് സുഭാഷിണി അലിയുടെയും പ്രതികരണം. വനിതാ നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയപ്പോൾ ചോദ്യങ്ങളിൽ നിന്നും പ്രകാശ് കാരാട്ട് ഒഴിഞ്ഞു മാറുന്നതും നമ്മൾ ഇന്ന് കണ്ടു. ബലാത്സംഗ കേസ് പ്രതികളായ 2 കോൺഗ്രസ് MLA-മാർ നിയമസഭാ സാമാജികരായി തുടരുന്നുവെന്ന് ന്യായീകരിച്ചായിരുന്നു LDF കൺവീനർ EP ജയരാജൻ മുകേഷിന് പ്രതിരോധം തീർത്തത്. അവർ ചെയ്തതുകൊണ്ട് നമ്മളും എന്ന വാദത്തിലേക്ക് കടക്കരുതെന്നും അത് തെറ്റാണെന്നും ജയരാജനെ തിരുത്തുകയാണ് വൃന്ദ കാരാട്ട്. പാർട്ടി വെബ്സൈറ്റിലെ ലേഖനത്തിലാണ് വൃന്ദ കാരാട്ട് നിലപാട് വ്യക്തമാക്കിയത്. തെറ്റ് ചെയ്തവർ ആരായാലും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് PB അംഗമായ സുഭാഷിണി അലി 24-നോട്. And I'm sure that the government will act in a proper way, and it is not only women of other parties, it is women in our party everywhere who are very much angry, who are very much perturbed by what is happening, and certainly there will be no escape for anybody against whom a proper case is registered. വനിതാ നേതാക്കൾ നിലപാട് വ്യക്തമാക്കുമ്പോൾ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ് മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്. അത് കേരളത്തിലെ നമ്മളിവിടെ പറയുന്നത് ഈ കാര്യം കേരളത്തിലെ ഡിസൈഡ്. ലാവ്ലിൻ കേസ് നേരിടുന്ന പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിനെതിരെ അന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയായിരുന്ന പ്രകാശ് കാരാട്ടിനോട് ചോദ്യമുയർന്നു. MLA-യോ MP-യോ മന്ത്രിയോ ആയിരുന്നെങ്കിൽ രാജി ആവശ്യപ്പെടുമെന്നായിരുന്നു അന്ന് പ്രകാശ് കാരാട്ടിന്റെ പ്രതികരണം. ഇപ്പോൾ സംസ്ഥാന ഘടകം തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് അതേ പ്രകാശ് കാരാട്ട്. പാർട്ടി നിലപാട് പറയാൻ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അസുഖബാധിതനായി ചികിത്സയിലുമാണ്. 24 ഡൽഹി. അപ്പൊ എന്തായാലും അതാണ് മുകേഷിന്റെ വിഷയം. നാളെ സംസ്ഥാന സമിതി CPM-ൽ അതെങ്ങനെയാണ് ചർച്ചയാകുന്നതൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ
മറ്റ് ആരോപണങ്ങളുമുണ്ട്. മറ്റ് നടന്മാർക്കെതിരെയും സിനിമാ പ്രവർത്തകർക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നുകൂടി നമുക്ക് അടുത്ത റിപ്പോർട്ടിലൂടെ അറിയാം. നടന്മാർക്കെതിരായ ലൈംഗിക ചൂഷണ പരാതികളിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കോഴിക്കോടും കൊച്ചിയിലും എത്തി പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുവനടിയുടെ പീഡന പരാതിയിൽ പരാതിയുടെയും എഫ്ഐആറിന്റെയും പകർപ്പ് സിദ്ദിഖിന് നൽകാൻ കോടതി നിർദ്ദേശിച്ചു. നടൻ ജയസൂര്യക്കെതിരായ രണ്ടാമത്തെ കേസ് തൊടുപുഴ പോലീസിന് കൈമാറുകയും ചെയ്തു. മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരായ ലൈംഗിക പീഡന കേസുകളുടെ ചുമതല പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തു. ഓരോ കേസിനും ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമുണ്ട്. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. പ്രധാനപ്പെട്ട കേസുകളൊക്കെ ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് അന്വേഷിക്കുന്നത്. അവരെല്ലാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമാണ്. അപ്പോൾ അവരെല്ലാം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇനി മുമ്പോട്ട് പോയി ചെയ്യും. മുകേഷിനെതിരായ വെളിപ്പെടുത്തലിൽ ഉറച്ചുനിൽക്കുന്നുവെന്ന് കൊച്ചിയിലെ നടി ആവർത്തിച്ചു. എറണാകുളം മാജിസ്ട്രേറ്റ് കോടതിയിലാണ് പരാതിക്കാരി രഹസ്യമൊഴി നൽകിയത്. പരാതിയിൽ ഇപ്പോഴും അതേപോലെ ഒരു മാറ്റവും ഉറച്ചു തന്നെ നിൽക്കുകയാണ്. രഹസ്യമൊഴിയിൽ എല്ലാ തെളിവുകളോടും കൂടി സത്യസന്ധമായിട്ട് ദൈവസത്യവും ഇട്ടിട്ടാണ് ഞാൻ ജഡ്ജിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. സംവിധായകൻ രഞ്ജിത്ത്, നടന്മാരായ ഇടവേള ബാബു, സുധീഷ് എന്നിവർക്കെതിരെ പരാതി നൽകിയവരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തു. രഞ്ജിത്തിനെതിരെ തെളിവുകൾ കൈമാറിയെന്ന് പരാതി നൽകിയ യുവാവ് പറഞ്ഞു. പീഡന പരാതിയുടെയും എഫ്ഐആറിന്റെയും പകർപ്പ് സിദ്ദിഖിന് നൽകണമെന്ന് തിരുവനന്തപുരം മാജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. എഫ്ഐആറിന്റെയും പരാതിയുടെയും പകർപ്പ് ആവശ്യപ്പെട്ട് ഇന്നലെയാണ് സിദ്ദിഖ് കോടതിയെ സമീപിച്ചത്. നടൻ ജയസൂര്യക്കെതിരായ രണ്ടാമത്തെ കേസ് തൊടുപുഴ പോലീസിന് കൈമാറി. തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ച് നടിയെ കടന്നുപിടിച്ചെന്ന പരാതിയിൽ കരമന പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ VS ചന്ദ്രശേഖരന്റെ അറസ്റ്റ് എറണാകുളം സെഷൻസ് കോടതി തിങ്കളാഴ്ച വരെ തടഞ്ഞു. 24 കൊച്ചി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ PV അൻവർ MLA കുത്തിയിരിപ്പ് സമരം നടത്തിയതിൽ CPIM-ന് അതൃപ്തി. പാർട്ടി ജില്ലാ നേതൃത്വം MLA-യെ വിളിച്ചുവരുത്തി. ADGP MR അജിത് കുമാർ, മലപ്പുറം SP S ശശിധരൻ എന്നിവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു PV അൻവറിന്റെ സമരം. ഒരു സാമൂഹ്യ വിരുദ്ധനായിട്ടുള്ള ഒരുത്തനെതിരെ പോലീസിന്റെ വയർലെസ് ചോർത്തി പ്രക്ഷേപണം ചെയ്തതിന് രാജ്യദ്രോഹ കുറ്റം വരുന്ന കേസിന് പരാതി കൊടുത്തിട്ട് അത് അട്ടിമറിക്കാൻ ഈ പറയുന്ന MR അജിത് കുമാറിന് സാധിക്കുമെങ്കിൽ പിന്നെ ഈ നാട്ടിലെ ഈ പറയുന്ന ലോ ആൻഡ് ഓർഡറിന്റെ ഒക്കെ സിറ്റുവേഷൻ എന്താ? ഓൺലൈൻ ചാനലിന് രഹസ്യങ്ങൾ ചോർത്തി നൽകാൻ 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് ADGP MR അജിത് കുമാറിനെതിരായ ആരോപണം. സുജിത് ദാസ് SP ആയിരിക്കെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരം മുറിച്ചു കടത്തിയെന്ന പരാതി അന്വേഷിക്കുന്നില്ലെന്നാണ് നിലവിലെ SP S ശശിധരനെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആക്ഷേപം. SP-ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. മലപ്പുറം SP കാണുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു കളവ് നടന്നിട്ട് ഒരു അന്വേഷണം വേണ്ട. അവിടെ 2 മണിക്കൂറുകൾ കൊണ്ട് അന്വേഷിക്കാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം അത് ചെയ്യാത്തത്? അപ്പൊ ഇദ്ദേഹത്തിന് അതിൽ പങ്കുണ്ട്. ഈ കളവിന് കൂട്ടുനിന്നവനാണ് മലപ്പുറം SP. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവണം. ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും PV അൻവർ വ്യക്തമാക്കി. SP-യുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിലെ സമരത്തിന് പിന്നാലെ അൻവറിനെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി നേതൃത്വം അതൃപ്തി അറിയിച്ചു. പതിവ് സന്ദർശനമെന്നാണ് അൻവറിന്റെ വിശദീകരണം. നമ്മൾ സാധാരണ ഈ മാർക്കറ്റ് കൂടുകയെന്ന് പറയും. നമ്മൾ മാർക്കറ്റ് കൂടാന്ന് വന്നല്ല, ഇത് നമ്മളെ തറവാടാണ്. ഇവിടെ നമ്മൾ എപ്പോഴും വരുന്ന ഞങ്ങൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ്. നിലമ്പൂർ ഏരിയ സമ്മേളനത്തിന്റെ സ്വാഗതസംഘം എഴുതുന്നത് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നു. മരം മുറിച്ചു കടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ ഇന്നലെ ക്യാമ്പ് ഓഫീസിലെത്തിയ MLA-യെ പോലീസ് തടഞ്ഞിരുന്നു. നേരത്തെ SP-ക്കെതിരെ പൊതുവേദിയിൽ വിമർശനം ഉന്നയിച്ചതും വിവാദമായിരുന്നു. 24 മലപ്പുറം. എന്തായാലും ഈ രീതിയിൽ വേറിട്ട വഴിയിലൂടെയാണ് പലപ്പോഴും PV അൻവറിന്റെ സഞ്ചാരം ഉണ്ടാവാറുള്ള. ഈ രീതിയിൽ പ്രതികരണങ്ങളൊക്കെ മുൻപ് നമ്മൾ കണ്ടതാണ്. എന്തായാലും പാർട്ടി അതിൽ ഇടപെടുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റി തന്നെ, ജില്ലാ നേതൃത്വം തന്നെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഈ വിഷയം ചർച്ച ചെയ്തു. പക്ഷേ അതല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഇതാണ് വിഷയം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് നമ്മുടെ കമന്റ് ബോക്സിൽ നോക്കി കഴിയാൻ ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട് വിവിധ ഇടങ്ങളിൽ മഴയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് കാലാവസ്ഥാ റിപ്പോർട്ട് നോക്കിയാൽ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. അപകട സാധ്യത മുന്നിൽ കണ്ട് ഹൈഡൽ ടൂറിസം കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ മഴ കനത്തതോടെ തൊട്ടിൽപ്പാലം പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. മലപ്പുറം പാണ്ടിക്കാട് ഇടിമിന്നലേറ്റ് ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം ശക്തമായ മഴയാണ് സംസ്ഥാനത്ത്. 10 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. വടക്ക് കിഴക്കൻ അറബിക്കടലിൽ അസ്ന ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. മലപ്പുറം പാണ്ടിക്കാട് ഇടിമിന്നലേറ്റ് ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു. ഐനിക്കോട് സ്വദേശി ഷാഹിദാണ് മരിച്ചത്.
കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുകയാണ്. കുറ്റ്യാടിപ്പുഴയുടെ കൈവരിയായ തൊട്ടിൽപ്പാലം പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. കുറ്റ്യാടിച്ചുരത്തിലും ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയാണ്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഇടിമിന്നലേറ്റ് മീത്തൽ ബാലന്റെ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. കൊല്ലത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ പാലരുവി വെള്ളച്ചാട്ടം അടച്ചു. ജലനിരപ്പ് ഉയർന്നതോടെ ഷോളയാർ ഡാം തുറന്നു. മഴ കൂടുതൽ ശക്തി പ്രാപിച്ചാൽ പെരിങ്ങൽകുത്ത് ഡാമും തുറക്കേണ്ടി വരും. ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ ജില്ലാ ഭരണകൂടം അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. ഇനി ഇന്ന് തലക്കെട്ടുകളിൽ ഇടം പിടിച്ച മറ്റൊരു വാർത്ത എന്താണെന്ന് നോക്കിയാൽ അത് വടകര കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താൻ പോലീസ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. കേസിൽ MSF കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കാസിമിന്റെ ഫോൺ വടകര പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച DYFI നേതാവും അധ്യാപകനുമായ റിബേഷ് രാമകൃഷ്ണനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. MSF കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കാസിമാണ് കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിലെന്ന് CPIM ആരോപിച്ചിരുന്നു. കേസിൽ പ്രതി ചേർത്ത കാസിമിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കാനാകില്ലെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. പിന്നാലെയാണ് ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനായി മുഹമ്മദ് കാസിമിന്റെ ഫോൺ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഫോൺ ഉടൻ തന്നെ ഫോറൻസിക് സംഘത്തിന് കൈമാറും. അതേസമയം ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തെന്ന് കണ്ടെത്തിയ DYFI നേതാവും അധ്യാപകനുമായ റിബേഷ് രാമകൃഷ്ണനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. തോടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറോട് അന്വേഷണം നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ദുൽക്കീഫിൽ നൽകിയ പരാതിയിലാണ് നടപടി. ആറങ്ങോട് MLP സ്കൂൾ അധ്യാപകനാണ് റിബേഷ് രാമകൃഷ്ണൻ. 24 കോഴിക്കോട്. പ്രേക്ഷകരുടെ കമന്റ്സിലൂടെ ഞങ്ങൾ വളരെ വേഗം ഒന്ന് പോവുകയായിരുന്നു. അപ്പോൾ റീന സതീശൻ പറയുന്നുണ്ട്, പ്രവി ഇടയ്ക്ക് ഓരോ പാട്ട് കൂടി പാടൂ, പിന്നെ പ്രജന്റ് ഈ ഡ്രസ്സാണ് ചേരുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പ്രവൃത്തിക്ക് ഇന്നത്തെ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട്. താങ്ക് യു ചേച്ചി. അപ്പം നിഷാദ് പതിവ് പോലെ ചില കോഡ്സ് ഒക്കെ ഇടുന്നുണ്ട്. ജീവിതത്തിൽ എപ്പോഴും ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുക. അത് കുടുംബ ബന്ധമാകട്ടെ, സുഹൃത്ത് ബന്ധമാകട്ടെ, സ്നേഹബന്ധമാകട്ടെ, മൂല്യം കൊടുക്കും തോറും അടുപ്പവും സ്നേഹവും വർദ്ധിക്കും. അപ്പം തന്നെ ഈ സ്റ്റാമ്പേഴ്സൺ എന്നുള്ള ഐഡിയയിൽ നിന്ന് സ്ഥിരമായി ചില പാട്ടുകളുടെ ഇടയ്ക്കുള്ള ലൈൻ ഇടാറുണ്ട്. അങ്ങനെ ആ പ്രേക്ഷകൻ അത്തരത്തിലൊരു ലൈൻ ഇട്ടിട്ടുണ്ട്. അല്ലമീൻ തങ്ങൾ പാടി പറയുന്നു, വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ തീരുമാനമെടുക്കണം. ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ നാടും കുടുംബവും വിട്ട് വിദേശത്തേക്ക് പോകുന്ന പ്രവാസികൾ തീരാ ദുരിതത്തിലാണ്. അത് കുറേ നാളുകളായുള്ളൊരു ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പാർലമെന്റിൽ തന്നെ നമ്മുടെ MP ഷാഫി MP അറിയിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് വ്യോമയാന മന്ത്രാലയം എന്താണ് പറയുക, ഇപ്പോൾ ഈ ഇതിൻ്റെ നിരക്ക് നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ തീരുമാനിക്കാനുള്ള അവകാശം അത് വിമാന കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു തീരുമാനം, ഒരു നയപരമായ തീരുമാനമൊക്കെ സർക്കാർ എടുക്കുമെന്ന് കണ്ടറിയണം. പക്ഷെ എന്തായാലും ഈ ആവശ്യം അത് ജനുവിനാണ്. കാരണം ഈ സമയങ്ങളിൽ മാത്രമാണ്, സീസണുകളിൽ മാത്രമാണ് പെട്ടെന്ന് റേറ്റ് ഉയർന്നത്. എനിക്ക് തോന്നുന്നു ദീപാവലി സീസണുമായി ബന്ധപ്പെട്ട് കുത്തനെ റേറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് അല്ലമീൻ്റെ കമന്റ് എന്ന് തോന്നുന്നു. പാട്ടുപാടു 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 എന്ന് പറഞ്ഞ ഒരുപാട് കമന്റുകൾ കാണുന്നുണ്ട്. നല്ല കാഴ്ചശക്തിയുള്ള ഒരു പ്രേക്ഷകനുണ്ട് കേട്ടോ, പ്രേംശങ്കറാണ്. പ്രവൃത്തിയുടെ ഡ്രസ്സ് കാണുമ്പോൾ രാത്രി ആകാശത്തേക്ക് നോക്കുന്നത് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു എന്റെ ഡ്രസ്സിൽ നിറച്ച് സ്റ്റാർസ് ഉണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ പ്രിൻസി വിതുര പറഞ്ഞു, നിങ്ങളുടെ ഈ പ്രോഗ്രാം കാണുമ്പോൾ പണ്ട് ആകാശവാണിയിൽ വെള്ളിയാഴ്ച രാത്രി രഞ്ജിനി എന്നൊരു പ്രോഗ്രാമാണ് ഓർമ്മ വരുന്നത്. ഒരുപാട് പേര് അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ രണ്ടുപേരും വയനാട് ജില്ലാ സമ്മേളനത്തിന് ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സുലൈമാൻ അബ്ദുൽ ഖാദർ. തീർച്ചയായിട്ടും ഞങ്ങളും ഉണ്ടാകും, നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമുക്ക് അടുത്തായിട്ട് പോവാം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുമാണ് ടൗൺഷിപ്പുകൾ നിർമ്മിക്കുക. ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മേപ്പാടി പഞ്ചായത്തിൽ നെടുമ്പാല ഹാരിസൺ മലയാളം എസ്റ്റേറ്റാണ് ഒന്നാമത്തെ ടൗൺഷിപ്പിനുള്ള സ്ഥലം. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് രണ്ടാമത്തെ ടൗൺഷിപ്പ്. വീട് നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം എവിടെ വേണമെന്ന് തെരഞ്ഞെടുക്കാനാകും. അതിവേഗം ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള നീക്കത്തിലാണ് സർക്കാർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചാണ് പുനരധിവാസ പദ്ധതി തയ്യാറാക്കുന്നത്. ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു സ്ഥലം പരിശോധനയ്ക്കുൾപ്പെടെ തുടർ നടപടിക്കുള്ള നിർദ്ദേശം നൽകി. ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിക്കും മുമ്പേ അറിയിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ ടൗൺഷിപ്പിനെതിരെയായതിനാലാണ് ഇത്. ദുരന്തബാധിതരിൽ നിന്ന് ബാങ്കുകൾ EMI ഈടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നിർദ്ദേശം നൽകി. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം 24 കോഴിക്കോട്.
അപ്പോൾ എന്തായാലും ഇപ്പോൾ നേരത്തെ ഒരു പ്രേക്ഷകൻ ചോദിച്ചതുപോലെ നിങ്ങൾ വയനാട് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുന്നില്ലേ എന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തന്നെ നമുക്ക് അടുത്തായി കാണാം. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ജില്ലാ സമ്മേളനം മാത്രമാണോ അല്ല എന്ന് ഇതിനോടെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. അപ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുതരാം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് കൈത്താങ്ങാകുകയാണ് 24. എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയുടെ ഭാഗമായി സെപ്റ്റംബർ 1 വയനാട് കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ സ്നേഹസംഗമം നടക്കും. 24 ഫ്ലവേഴ്സ് കുടുംബാംഗങ്ങൾ, ദുരിതബാധിതർ, രക്ഷാപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവർ ആദ്യമായി ഈ വേദിയിൽ എല്ലാവരും ഒത്തുചേരും. ഉരുൾപൊട്ടലിനെ അതിജീവിച്ചവരും രക്ഷാപ്രവർത്തകരും നാട്ടുകാരും ഒരുമിച്ച് ഒരു വേദി. എന്റെ കുടുംബം വയനാടിനൊപ്പം. ലോക മലയാളികൾ വയനാടിന് കൈത്താങ്ങായി 24 കണക്റ്റിനൊപ്പം അണിചേരുന്ന പുതിയ ചുവടുവയ്പ്. സെപ്റ്റംബർ 1 ഞായറാഴ്ച കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ 24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി 24 കണക്റ്റുമായി സഹകരിച്ചാണ് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് കൈത്താങ്ങാവാൻ എന്റെ കുടുംബം വയനാടിനൊപ്പം എന്ന പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബർ 1 വയനാട് കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ദുരന്തബാധിതർ, രക്ഷാപ്രവർത്തകർ, പൊതുപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, ഫ്ലവേഴ്സ് കുടുംബാംഗങ്ങൾ, കലാകാരന്മാർ, 24 അവതാരകർ എന്നിവർ ആദ്യമായി ഒരു വേദിയിൽ ഒത്തുചേരും. നമ്മൾ 24 കണക്ട് ഒപ്പമുണ്ട്. വയനാടിനെ നമ്മൾ അണച്ചു നിർത്തും. വയനാടിൻ്റെ ദുഃഖങ്ങൾ പങ്കിടാൻ നമ്മളൊപ്പം ഉണ്ടാകും. ഇനി അതിജീവനത്തിൻ്റെ നാളുകളാണ്. മുന്നോട്ടുള്ള യാത്രയിൽ വയനാട് ഒറ്റയ്ക്കല്ല. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരും 24 ഫ്ലവേഴ്സ് ജീവനക്കാരും അതിഥികളും അവതാരകരും 24ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും കലാകാരന്മാരും ഒക്കെ ഒന്നിച്ച് ഒരേ മനസ്സോടെ 24 കണക്കിൻ്റെ കുടക്കീഴിൽ വയനാടിനായി ഒന്നിക്കുന്നു. പരിപാടിയുടെ പ്രചാരണാർത്ഥം വയനാട് ടൂറിസം കൂട്ടായ്മ 24മായി കൈകോർക്കും. 31 രാവിലെ 8 മുതൽ വയനാടിന്റെ ടൂറിസം മേഖലയുടെ ഉണർവിനായും എന്റെ കുടുംബം വയനാടിനൊപ്പം പരിപാടിയുടെ പ്രചാരണത്തിന്റെയും ഭാഗമായി മെഗാ ബൈക്ക് റാലി നടത്തും. 24 വയനാട്. ഇപ്പോൾ മറക്കേണ്ട സെപ്റ്റംബർ 1 വയനാട്ടിൽ 24 കണക്റ്റിന്റെ പരിപാടി. അതെ, കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ഈ പരിപാടി നടക്കുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ നമ്മളുണ്ട്. നമ്മുടെ എല്ലാ അവതാരകരും അവിടെ ഉണ്ടാകും. അപ്പം മാത്രമല്ല, അതൊരു ജില്ലാ സമ്മേളനം എന്നതിനപ്പുറം എന്താണെന്ന് ഇതിനോടകം ഈ റിപ്പോർട്ടിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും എന്നറിയുന്നു. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് ഇനിയുള്ള അതിജീവനത്തിൻ്റെ നാളുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനൊപ്പം 24 ഉണ്ട്, നമ്മളൊപ്പമുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഒത്തുചേർന്നാണ് മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു പ്രേക്ഷകർക്കും നമ്മളുടെ ഈ പരിപാടിയുടെ ഭാഗമാകാമെന്ന്. അത്തരത്തിലൊരു പ്രേക്ഷക ഇപ്പോൾ വരുന്നുണ്ട്. ആരാണ്? ആരതി, മസ്കറ്റിൽ നിന്നാണ് ആരതി നമ്മളെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത്. ഹായ് ആരതി. ഹലോ. ഹായ്, ഗുഡ് ഈവനിങ് ആരതി. എന്തുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. വിശേഷം നന്നായിരിക്കുന്നു. മോനാണോ? കൂടെയുള്ള മോനാണ് ഋത്വിൻ റോബിൻ. ഋത്വിൻ നല്ല പേര്. ഋത്വിൻ RITHVIN. ഋത്വിൻ, നൈസ് നെയിം. ഋത്വിൻ എന്താ ഏത് ക്ലാസ്സിലാണ്? വീട്ടിലെന്താ വിളിക്കാറ്? റിച്ചു. അപ്പൊ റിച്ചു മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കേട്ടില്ല. 4 ഓക്കെ. നാട്ടിലെവിടെയാ ചേച്ചി? നാട്ടില് കുറച്ച് ഷൈ ആണ് ആള്. ഓക്കെ, മിടുക്കനാണല്ലോ ഋത്വിൻ. മിടുക്കനാണ്. അതെ, നാട്ടിലെവിടെയാണ്? ഞങ്ങള് നാട്ടിലെ അരൂർ എഴുപുന്ന. ആഹാ, നമുക്കിവിടെ ഒരു അരുൺ എഴുപുന്നയുണ്ട്. നമ്മുടെ ഇവിടെ ഒരുപാട് പേര് എഴുപുന്ന ആൾക്കാരുണ്ട്. അതെ, അരുൺ ചേട്ടന്റെ ഫാമിലി ഫ്രണ്ട് ആണ്. അത് ശരിയാണോ? അപ്പൊ അരുൺ എഴുപുന്ന ഇത് കാണുന്നുണ്ട് നമ്മുടെ. പറയാം. ക്ലാസ്മേറ്റ് ആണ്. ശ്യാംകുമാറിന്റെ ക്ലാസ്മേറ്റ് ആണ്. അതെ. ഞാൻ മാതൃഭൂമിയിലായിരുന്നു. പിന്നെ ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. ജോലി നോക്കുന്നുണ്ട് മീഡിയയിൽ തന്നെ. പക്ഷെ ഒമാൻ ആയതുകൊണ്ട് കുറച്ചൊരു ഡിഫിക്കൽട്ടീസ് ഉണ്ട് മീഡിയയിലായതുകൊണ്ട്. അതെ. മാതൃഭൂമിയിലായിരുന്നു, കൊല്ലത്തായിരുന്നു. പത്രത്തിലായിരുന്നു അല്ലേ? നമ്മുടെ ഈ രീതിയിലുള്ള ഒരു എന്താണ് പറയാ, ഒരു കൺവെൻഷണൽ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഈ ഷോയിലൂടെ വാർത്തകൾ പറയുന്നത്. അതിനെ കുറിച്ച് എന്താണ് ആരതിക്ക് തോന്നുന്നത്? നല്ല അഭിപ്രായം. കാരണം ശ്രീനാഥ് നായർ സാറിന്റെ ഇന്റർവ്യൂവിൽ കണ്ടിരുന്നു ക്യൂവില്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, നമ്മൾ അതിനോട് തീർച്ചയായിട്ടും ആ ഒരു പുതിയൊരു ജോണറിന് തീർച്ചയായിട്ടും നല്ലൊരു അംഗീകാരം കിട്ടുന്നുണ്ട്.
ഇത്രയും ഫ്ലവേഴ്സിന് ഇത്രയും 24-നും ഇത്രയും വ്യൂവേഴ്സ് കിട്ടുന്നതും ഈ ഒരു ഇൻഫോർടൈൻമെന്റ് ആയതുകൊണ്ട് തന്നെയാണ്. അതെ, താങ്ക് യു സോ മച്ച് ആരതി. എന്തായാലും വ്യത്യസ്തമായിട്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഋത്തുനോടെ മിണ്ടാതിരിക്കുന്നുണ്ട് റിച്ചുമോൻ. നാളെ ക്ലാസ് ഉണ്ടോ ഋത്തുൻ? നാളെ ശനിയാഴ്ച ക്ലാസ് ഫ്രൈഡേ സാറ്റർഡേ ഹോളിഡേ ആണല്ലോ, സൺഡേ ആണ് ഞങ്ങൾക്ക്. ഞാൻ പെട്ടെന്ന് അത് ഓർത്തില്ല. അപ്പോ എന്തായാലും വിളിച്ചത് നന്ദി ആരതി. ഇനിയും തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു, അത് ഉണ്ടാവുമെന്ന് അറിയാം. ഒരുപാട് സന്തോഷം ആരതി സംസാരിക്കാൻ സാധിച്ചതിൽ. ഗുഡ് നൈറ്റ്. അപ്പോ നമുക്ക് ഒരു ഇടവേള കൂടെ വേണം. അതിന് മുമ്പ് പെട്ടെന്ന് നമുക്ക് ഒരു റിപ്പോർട്ട് കൊടുത്താലോ. അതായത് എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് വയനാട്ടിൽ സംഭവിക്കുന്നത്. എന്നാലും വെള്ളാർമല മേപ്പാടി സ്കൂളുകൾ വീണ്ടും പ്രവേശനോത്സവത്തിന് ഒരുങ്ങാൻ പോകുന്നു. അത് വളരെ പോസിറ്റീവായിട്ടൊരു വാർത്തയാണ്. താൽക്കാലിക കെട്ടിടത്തിൽ അടുത്ത മാസം 2-ന് ക്ലാസുകൾ ആരംഭിക്കാൻ പോവുകയാണ്. സ്കൂളിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരുക്കിക്കഴിഞ്ഞു. ദുരന്തത്തെ അതിജീവിച്ച വയനാടൻ ജനതയ്ക്ക് കേരളത്തിന്റെ കൈത്താങ്ങ്. സെപ്റ്റംബർ 2-ന് പ്രവേശനോത്സവം നടക്കാൻ പോകുന്ന വെള്ളാർമല മേപ്പാടി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനത്തിനാവശ്യമായ മുഴുവൻ ഉപകരണങ്ങളും സ്കൂളിൽ തയ്യാറാണ്. ഇനി മിടുക്കരായ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തിയാൽ മതി. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ബാഗ്, ബുക്ക്, കുട, ചോറ്റുപാത്രം, അനുബന്ധ ഉപകരണങ്ങളെല്ലാം ഇതിനോടകം സ്കൂളിൽ എത്തിക്കഴിഞ്ഞു. മാവേലിക്കരയിൽ നിന്നുള്ള മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് വിദ്യാവാഹനം KL31 എന്ന പേരിൽ പഠനോപകരണങ്ങൾ എത്തിച്ചത്. നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന കാഴ്ചകളായിരുന്നു പലയിടത്തും നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് ചില കുട്ടികൾ ഒരു റബ്ബർ മാത്രമായിട്ട്, ചിലരൊരു കട്ടർ, ഒരു പേന, പെൻസിൽ മാത്രമായിട്ടൊക്കെയാണ് ചില കുട്ടികൾ വന്നത്. ഇതിനകത്ത് തന്നെ ഒരു കുഞ്ഞ് സ്വന്തം ബാഗ് കഴുകി വൃത്തിയാക്കി ഞങ്ങൾക്ക് തന്നു വിട്ടിട്ടുണ്ട്. അവനിപ്പോൾ സ്കൂളിൽ ഒരു കവറിലാണ് ബുക്കോട്ട് വന്നത്. അപ്പോൾ അത്രയ്ക്കും കുഞ്ഞുങ്ങളിൽ നന്മകളുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ ഈ ഒരു അവസരം ഇടയാക്കിയത് മോട്ടോർ വാഹനത്തിന് ഏറെ ചാരിതാർത്ഥ്യം തോന്നുകയാണ് ഈ അവസരത്തിൽ. സ്കൂളിലേക്ക് ആവശ്യമായ ബെഞ്ചും ഡെസ്കും ഭക്ഷണപ്പുരയിലേക്ക് ആവശ്യമായ പാത്രങ്ങളെല്ലാം ഇതിനോടകം തയ്യാറാണ്. ഈ മേഖലയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ബസ്സുകളിൽ യാത്ര സൗജന്യമായിരിക്കുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ഈ വയനാട് ജില്ലയിലെ ഏത് മൂലയിലുണ്ടെങ്കിലും അവർ താമസിക്കുന്നുണ്ട്. അവിടുന്ന് അവർക്ക് ഏത് സ്കൂളിലാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ആ സ്കൂളിൽ എത്താനുള്ള യാത്രാ സൗകര്യം സൗജന്യമായിരിക്കും. ചൂരൽമല, മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് എത്താൻ സൗജന്യമായി 3 KSRTC ബസ്സുകളും തയ്യാറാക്കിയിട്ടുണ്ട്. 24 വയനാട്. നമ്മൾ ഏറെ നാളായി ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യത്തിന് നാളെ ഉത്തരമാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു അല്ലേ? മോഹൻലാൽ നാളെ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരിക്കുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് ലോഞ്ചിങ്ങിന് ശേഷമായിരിക്കും മാധ്യമങ്ങളെ കാണുക. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഹോട്ടൽ ഹയാത്തിലാണ് KCL ലോഞ്ചിങ്. ഗിരീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഗിരീഷ്, അങ്ങനെ മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയാണ്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തമായ ഉത്തരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? പ്രവിത, സ്വാഭാവികമായും ഈ സിനിമാ മേഖലയുമായി അടുത്തിടെ ഉയർന്ന എല്ലാ വിവാദങ്ങൾക്കും നാളെ മോഹൻലാൽ മറുപടി നൽകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നാളെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചിങ് ഉണ്ട്. ഇതിനുശേഷം മോഹൻലാൽ മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 12 മണിക്ക് ശേഷമാകും അദ്ദേഹം മാധ്യമങ്ങളെ കാണുക. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിനുശേഷം സിനിമാ മേഖലയിൽ ഉയർന്ന നിരവധി വിവാദങ്ങൾ, ആരോപണങ്ങൾ, പരാതികൾ, അതിനുശേഷം അമ്മ ഭാരവാഹിത്വം രാജിവെച്ച ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഇതിലൊന്നും തന്നെ മോഹൻലാൽ ഇതുവരെ പരസ്യമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാളെ മാധ്യമങ്ങളെ കാണുന്നത്. ഇത് സിനിമാ മേഖലയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലനിന്നിരുന്ന സംശയങ്ങൾ, മോഹൻലാൽ എന്തുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്നില്ല എന്നടക്കമുള്ള സംശയങ്ങളും ആരോപണങ്ങളും ഒക്കെയുണ്ട്. ഇതിനുകൂടി മറുപടി നാളെ മോഹൻലാൽ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെന്തായാലും ഈ വിവാദങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ അമ്മയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാൽ മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട വിഷയങ്ങൾ, അതെന്താണ് സംഭവിച്ചത്, എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നാളെ ഈ ചടങ്ങിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ മോഹൻലാൽ വ്യക്തമാക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ദൃശ്യമാധ്യമരംഗത്തെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ ദേശീയ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. രാജ്യത്ത് ദൃശ്യമാധ്യമരംഗം നേരിടുന്ന പ്രശ്നങ്ങളായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ സംഘം നടത്തിയ കൂടിക്കാഴ്ചയിലെ പ്രധാന ചർച്ചാ വിഷയം. NBF പ്രസിഡന്റും റിപ്പബ്ലിക് മീഡിയ നെറ്റ്വർക്ക് എഡിറ്റർ ഇൻ ചീഫുമായ അർണാബ് ഗോസ്വാമിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരും ഉണ്ടായിരുന്നു.
പ്രധാനമന്ത്രിയുടെ വസതിയായ ഡൽഹി 7 ലോക് കല്യാൺ മാർഗിൽ നടന്ന കൂടിക്കാഴ്ച 1 മണിക്കൂറിലേറെ നീണ്ടു. മാധ്യമങ്ങൾ ജനാധിപത്യത്തിൽ വഹിക്കുന്ന പങ്കും 4ാം തൂണായി നിലനിൽക്കേണ്ട ആവശ്യകതയും NBF സംഘം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. ദൃശ്യമാധ്യമ രംഗത്തെ മാറുന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ചും വിശദീകരിച്ചു. വാർത്താ ചാനലുകളിൽ പ്രേക്ഷകർ കൂടുന്നതായി ഏൺസ്റ്റ് ആൻഡ് യങ് ഫിക്കി റിപ്പോർട്ട് വ്യക്തമാക്കുന്ന കാര്യം NBF സംഘം ചൂണ്ടിക്കാട്ടി. നേരത്തെ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി സംഘം പ്രത്യേക ചർച്ചയും നടത്തി. കൂടിക്കാഴ്ചയിൽ രാജ്യത്തെ പ്രമുഖ മാധ്യമങ്ങളുടെ തലവന്മാരായ NBF ദേശീയ നേതാക്കളാണ് പങ്കെടുത്തത്. ശങ്കർ ബാല, കാർത്തികേയ ശർമ്മ, ജാഗി മംഗത് പാണ്ഡ, ബരുൺദാസ്, റിങ്കി ഭുയാൻ ശർമ്മ, സഞ്ജീവ് നരൈൻ, സുരേഷ് ഗോയൽ, സുബ്രഹ്മണ്യം, അങ്കദ് ദീപ് സിംഗ്, ഐശ്വര്യ ശർമ്മ, മനോജ് വഡോദരിയ, പ്രശാന്ത് നീമ, പ്രവീന്ദ്രകുമാർ, അനിൽ സിംഗ്, NBF ഓഫീസിലെ R ജയകൃഷ്ണ, ഇഷിത എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. വാർത്താ പ്രക്ഷേപകരുടെ രാജ്യത്തെ ഏറ്റവും വലിയ സംഘടനയാണ് NBF. 24 ഡൽഹി. ഇനിയൊരു വിയോഗ വാർത്തയാണ്. കുരുവപ്പട NSS സ്കൂൾ മുൻ അധ്യാപിക N സരോജിനി അമ്മ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. SN പുരം ആലപ്പാട്ട് സതീഷ് ഭവനിൽ പരേതനായ കുട്ടൻപിള്ളയാണ് ഭർത്താവ്. ജയശ്രീ രാമചന്ദ്രൻ, സുജാത, മോഹനകൃഷ്ണൻ, സതീഷ് കുമാർ എന്നിവർ മക്കളാണ്. സരോജിനി അമ്മയുടെ സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. അപ്പോൾ ഇന്നത്തെ ഗുഡ് നൈറ്റ് ഷോ പൂർത്തിയാവുന്നു. അപ്പോൾ നാളെ ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാത്രി ആശംസിക്കുന്നു. അതെ, ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ബൈ.